ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്ന LDCക്ക് വേണ്ടിയും ഗാദി ബോർഡ് LDCക്ക് വേണ്ടിയും. നമുക്കറിയാം ഇനി ഗാദി ബോർഡ് LDCക്കും LDCയുടെ ഫസ്റ്റ് ഫേസ് ആയ തിരുവനന്തപുരത്തിനും 2 മാസമാണുള്ളൂ. സോ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. 100 മാർക്കിന്റെ 90 മിനിറ്റ് 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് മോക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ. ഓക്കെ, നമുക്ക് എക്സാമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊയ്കെ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 3 മാത്രം. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. 2, ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 3ഉം. മൂഷക വംശകാവ്യം അതുരൻ, കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 4ഉം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. INC 2ാം സമ്മേളനം നടന്നത് മദ്രാസിൽ ആയിരുന്നു. 4, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 4. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. 5ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 ഐക്യരാഷ്ട്ര ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികം ഐക്യരാഷ്ട്രസഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചു. ഉത്തരം ഓപ്ഷൻ എ, 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. 7, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉം. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാന്റിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോഫിയർ എന്ന് വിളിക്കുന്നു. 8, താഴെ പറയുന്നതിൽ ശരിയായ ജോഡി. ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 2ഉം. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. ശരിയായ ജോഡി കണ്ടെത്തുക. 1ഉം 4ഉം. ഹിമാലയം മടക്ക് പർവ്വതം, ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം 4ഉം. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന പെരിയാർ നദിയെയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. 11, ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. മെട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭഗീരഥി നദി. 12, ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം 4ഉം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. 14, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. പ്രസ്താവന 2, ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. പ്രസ്താവന 3, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, 3. ഈ പ്രസ്താവനകൾ 3ഉം ശരിയാണ്. 15, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം 3ഉം എല്ലാം ശരിയാണ്. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്ന പ്രാഥമിക മേഖലയാണ്. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 ശരിയാണ്, 2 ശരിയല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 17,
ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 18. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഭരണഘടനാ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. 19. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. 20. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരി ആയത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ശ്രീ സച്ചിദാനന്ദൻ. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. 74. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഉത്തരം ഓപ്ഷൻ ബി. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? ഉത്തരം ഓപ്ഷൻ ഡി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി ആയത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. വോട്ടവകാശം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി. തിരുവനന്തപുരം. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ എ. ആർട്ടിക്കിൾ 51(7). കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉത്തരം ഓപ്ഷൻ എ. കണ്ണൂർ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി. ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ഉത്തരം ഓപ്ഷൻ സി. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ ബി. തട്ടേക്കാട്. മനുഷ്യ ശരീരത്തിന്റെ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. ഇതെല്ലാം ശരിയാണ്. ചെവിക്കുടയിൽ, കശേരുകൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ എ. ഇരുമ്പ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി? ഉത്തരം ഓപ്ഷൻ സി. വൈറസ്. ജന്തുകോശങ്ങൾ കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ എ. കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ സി. 1 മാത്രം, കോഴിക്കോട്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ഉത്തരം ഓപ്ഷൻ ഡി. രക്തഗ്രൂപ്പ് AB. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. രാജസ്ഥാൻ. ഭൂഗുരുത്വ ത്വരണം Gയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. Gയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവ പ്രദേശങ്ങളിലെ Gയുടെ മൂല്യം ഭൂമധ്യ രേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്ന Gയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ Gയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി. 20. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ ഏത്?
ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. 46 ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവന താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമായി പൈപ്പ് ലൈനുകളോട് വിതരണം ചെയ്യാനും കഴിയും. താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഊർജം. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിംഗ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിംഗ് പൗഡർ ജലവുമായി പ്രവർത്തിച്ചു ഏത് വാതകം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്ലോറിൻ. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവന ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 3. ലീനത്തിന്റെ സ്വഭാവം ലയനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. 49 ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാകുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്ത് ഉടനീളം പോസിറ്റീവ് ചാർജ് വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. 50 2022 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കലോലിൻ ആർബർട്ടോസി, മോർട്ടൺ മെഡൽ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. ഏത് വികസിപ്പിച്ച് എടുത്തതിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്? ഉത്തരം ഓപ്ഷൻ ഡി ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തകൾ കെമിസ്ട്രിയുടെയും വികസനം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഉത്തരം ഓപ്ഷൻ ബി ലെഡ്. അവനി ലക്കര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ 100 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ സി കേളികൊട്ട്. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. 56ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്. 57 ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആലുവ താലൂക്കിലെ തുരുത്ത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 59ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 60 വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഗേറ്റ്വേ. ഡക്ക് എന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഒരു സെർച്ച് എഞ്ചിനാണ്. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ്? ഉത്തരം ഓപ്ഷൻ സി സ്പാസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്? ഉത്തരം ഓപ്ഷൻ സി സ്കാനർ. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. പൊതു അധികാരികളുടെ പബ്ലിക് അതോറിറ്റീസ് അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുക. കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. 65 തത്വം നിർമ്മാതാവിന് അവസാനത്തെ ആത്യന്തികമായി ഉപഭോഗം നടത്തുന്ന ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട്. വസ്തുക്കൾ എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിലെ അടച്ച വൈൻ വാങ്ങുകയും തന്റെ സുഹൃത്തായ വൈക്ക് പകർന്നു നൽകുകയും ചെയ്തു. അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്ന് അഴുകിയ ഒച്ചിന്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും തൽഫലമായി വൈ കടുത്ത അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലിക വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തുല്യതയ്ക്കുള്ള അവകാശം. പ്രസ്താവന എ
പരാതിക്കാരിയ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. പ്രസ്താവന ആർ. പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ നിന്നും സാമ്പത്തിക പീഡനമാണ്. ഉത്തരം ഓപ്ഷൻ എ. എയും ആറും ശരിയാണ്. ആർ എയുടെ ശരിയായ വിശദീകരണമാണ്. താഴെ പറയുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി. 1 തെറ്റ് 2 ശരി. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. മനുഷ്യ അവകാശങ്ങളെ കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഡിസംബർ 10, 1948. അടുത്തത് മാത്സ് ആണ്. 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ അതിന്റെ വേഗത എന്ത്? ഉത്തരം ഓപ്ഷൻ സി. 48 km/മണിക്കൂർ. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശ്ലേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഉത്തരം ഓപ്ഷൻ എ. 30. 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം? ഉത്തരം ഓപ്ഷൻ ബി. 10. 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയ്ക്കുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ? എത്ര രൂപ? ഉത്തരം ഓപ്ഷൻ ഡി. നഷ്ടം 11.25 രൂപ. 4:x is equal to 4/2x ആയാൽ എക്സിന്റെ വില എന്ത്? ഉത്തരം ഓപ്ഷൻ ബി. 2/3. 76 ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 77. ഒരു ക്ലോക്കിലെ സമയം 8 മണി 10 മിനിറ്റ് എങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി. 185 ഡിഗ്രി. ഡിവിഷൻ എന്നാൽ മൈനസും പ്ലസ് എന്നാൽ ഡിവിഷനും ഇൻറ്റു എന്നാൽ പ്ലസും മൈനസ് എന്നാൽ ഇൻറ്റു ആണെങ്കിൽ 15 + 3 ഡിവൈഡഡ് ബൈ 7 × 3 - 4 എത്ര? ഉത്തരം ഓപ്ഷൻ ഡി. 10. ഒരു ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ. 10. 10 മണി 50 മിനിറ്റ്. ഫ്രെയിമിന് ചിത്രം എങ്ങനെയോ അങ്ങനെയാണ്. ഉത്തരം ഓപ്ഷൻ സി. പുറംചട്ടയ്ക്ക് പുസ്തകം. അടുത്തത് ഇംഗ്ലീഷ് ആണ്. We have moved dash from that location. ഉത്തരം ഓപ്ഷൻ സി. ourselves. The cat was sleeping dash the tree. ഉത്തരം ഓപ്ഷൻ എ. under. By the time it started raining, we dash home. ഉത്തരം ഓപ്ഷൻ ബി. had reached. I dash play violin when I was a child. ഉത്തരം ഓപ്ഷൻ ഡി. I could. Identify the correct indirect report speech of the given sentence. I am writing for Meenu, she said. ഉത്തരം ഓപ്ഷൻ ബി. She said that she was waiting for Meenu. I dash my friend's pet dog when he is away. ഉത്തരം ഓപ്ഷൻ സി. look after. The king's eldest son is the dash to the throne. ഉത്തരം ഓപ്ഷൻ എ. heir. One who is engaged in charitable works. ഉത്തരം ഓപ്ഷൻ ബി. philanthropist. 89. Synonym of the word betray. ഉത്തരം ഓപ്ഷൻ സി. deceive. 90ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. അടുത്തത് മലയാളം. ഡാഷ് ആണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം. ഉത്തരം ഓപ്ഷൻ ബി. നിമീലനം. കണ്ടു എന്നത് പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ സി. കൺ പ്ലസ് 2. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. കൈതവം. ആ പ്ലസ് അൻ അവൻ. ഇവിടെ സന്ധി ഏത്? ഉത്തരം ഓപ്ഷൻ സി. ആഗമം. ആപ്പിൾ ഓഫ് ദ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ്. ഉത്തരം ഓപ്ഷൻ ബി. കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ എ. കൊച്ചിയുടെ മഹാത്മ്യം. മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് മടിശീല. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ സി. യാദൃശികം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ സി. പിബാസു. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം? ഉത്തരം ഓപ്ഷൻ ഡി. ഫലമില്ലാതെ പ്രവർത്തിക്കുക. അപ്പൊ 100 മാർക്കിന്റെ ഫുൾ മോക്കാണ്. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം PYQs നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2024 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കറണ്ട് അഫയേഴ്സ് തന്നെ പല ക്വസ്റ്റ്യൻസും പല എക്സാമിനും ഈ വർഷം 2024 PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനിയുള്ള ദിവസം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സ്
മാർക്സ് PSC റിപ്പീറ്റ് ചെയ്ത്. നമ്മൾ ഈ PYQs പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും PSC കുറച്ച് മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി എടുത്താൽ, ജോഗ്രഫി എടുത്താൽ, സയൻസ് എടുത്താൽ, കറണ്ട് അഫയേഴ്സ് എടുത്താൽ, മാത്സ് എടുത്താൽ, മലയാളം എടുത്താൽ, ഇംഗ്ലീഷ് എടുത്താൽ കുറച്ച് മേഖലകൾ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇനിയുള്ള ദിവസം പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ സമയം ക്രമീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.